പിണറായി വിജയൻ തന്നെയായിരിക്കും ജയിക്കുന്നത്. പിന്നെ വായ തുറന്നാൽ കാളത്തിനും പറയുന്നതിൽ പ്രതീക്ഷ വേറെ മുഖ്യമന്ത്രിയാണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം കിട്ടുമെന്ന് അറിയില്ല. അയാൾ തന്നെ അടുത്ത പ്രാവശ്യം വന്നിട്ടില്ലെങ്കിൽ വികസനമൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം പുറകോട്ട് പോകും. സാഹചര്യം പിണറായി ജയിക്കും. ആദ്യത്തെ ഭരണം കുറച്ചും കൂടെ നല്ലതായിരുന്നു, പിന്നീട് വളരെ വഷളായിപ്പോയി. പിണറായി സർക്കാർ വന്നാലേ പാവങ്ങളായ ജനങ്ങൾക്ക് ഗുണത്തിലെത്താൻ കഴിയും. സംസ്ഥാനത്തെ UDF അധികാരത്തിൽ വരും. ഈ മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാവില്ല. 100% ഉണ്ടാവും. മാറ്റം വരണം. മറ്റം ഭരണം NDA മുന്നണി UDF സീറ്റുകളായിരിക്കും NDA കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോ പിണറായി വിജയന്റെ സർക്കാർ 3ാം തവണ വരെ അധികാരത്തിൽ വരാനാവും. സേഫ് ഗാർഡ് എന്റർടൈൻമെന്റ്സ് ധർമ്മടത്താണ്. മുഖവുരവുകൾ ആവശ്യമില്ലാത്ത ധർമ്മടത്വം. കഴിഞ്ഞ 10 വർഷമായി മുഖ്യമന്ത്രിയുടെ മണ്ഡലം. മൂന്നാമതൊരു വട്ടം കൂടി ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയെ നിയമസഭയിലേക്ക് അയക്കും എന്നാണ് പൊതു സംസാരം. അതോ മറിച്ചാവുമോ? നമുക്ക് അന്വേഷിക്കാം. എങ്ങനെയാണ് ഇവിടുത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം? സാഹചര്യം പിണറായി ജയിക്കും. ജയിക്കാനാ സാധ്യത. മറിച്ച് 2 സ്ഥാനാർത്ഥികളുണ്ട്. എന്താണ്? അബ്ദുൾ റഷീദ് 2ാം സ്ഥാനം, പിന്നെ രഞ്ജിത്ത്. UDF ആയിരിക്കും. 2ാം സ്ഥാനം UDF വരും. 3ാം സ്ഥാനത്ത് പോവുള്ളൂ BJP പോവുള്ളൂ. എന്തായാലും എന്റെ അല്ല, പൊതുവെ നമ്മൾ പറയുന്ന പൊതുവിലെ കാഴ്ചയാണ്. അല്ലെ, ട്രെൻഡ് എങ്ങനെയാണ് പൊതുവില്? ഇവിടെ വലിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചല്ല, കുറെ ഭൂരിപക്ഷം കുറയുന്നല്ലാതെ പിന്നെ തോൽക്കൂല, കുറയും. അതിനുള്ള സാഹചര്യം ഉണ്ട്. അതിന്റെ സാധ്യത കാണുന്നുണ്ട്. മറ്റേ SDP എല്ലാവരും പിന്തുണ കൊടുത്തിട്ടുണ്ട്. സാഹചര്യം അങ്ങനെയല്ലേ? അതെ. അതല്ല എങ്കിലും പിണറായി കരുത്ത് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഭൂരിപക്ഷം കുറയുന്നുള്ള വിശ്വാസം അങ്ങനെയുണ്ട്. അങ്ങനെ ട്രെൻഡ് ഉണ്ട്. പിണറായിനെ ജയിക്കും. അതിൽ ആരും സംശയമില്ല. ഭൂരിപക്ഷം ഒന്നും കുറയുന്ന അഭിപ്രായമൊന്നുമില്ല. കുറയാൻ സാധ്യതയില്ല. പിണറായിന്റെ നിലവാരത്തിൽ നോക്കാന്ന് പറഞ്ഞാൽ പിണറായി ഇവിടെ ഇപ്പം മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അയാള് തരംതാണ ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി എന്റെ കാഴ്ചപ്പാടിൽ പിണറായി ഇവിടെ ഭരണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന അയാള് നല്ല കാര്യങ്ങൾ കുറെ ചെയ്തിട്ടുണ്ട്. മികച്ച മുഖ്യമന്ത്രി. വികസനത്തിന് ഇവിടെ ഇപ്പൊ റോഡുകള്, പാലങ്ങള് ഇതെല്ലാം വികസനത്തിൽ പെടുന്നു. പിണറായി അല്ലെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. അപ്പം ഇനിയിപ്പോ അയാള് തന്നെ അടുത്ത പ്രാവശ്യം വന്നിട്ടില്ലെങ്കിൽ വികസനമൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം പുറകോട്ട് പോകും. ആ സാഹചര്യത്തിൽ പിണറായി തന്നെ ഭരിക്കുകയും ചെയ്യുന്ന എന്റെ മൂന്നാം പിണറായി സർക്കാർ തന്നെ വരും. പിണറായി വീണ്ടും വരണോ? മൂന്നാം പിണറായി സർക്കാർ. സാധാരണക്കാരന് പിണറായി വന്നാലേ ഗുണമുണ്ടാവും. പലതും ഡീല് കീലെന്നെല്ലാം പറയുന്നില്ല. അതിനിടെ നമ്മളെ കേരളത്തിൽ നിന്നും വില പോവില്ല. BJP ഡീല്, കോൺഗ്രസ് ഡീല്. പണ്ട് പിന്നെ തുടങ്ങിയതാണ്. EMS-നെല്ലാം പട്ടാമ്പി തോപ്പിക്കാനും AKG പാലക്കാട് തോപ്പിക്കാനും പൈപ്പ് നീട കേരളത്തിന് പോവില്ല. അതങ്ങനെ പറഞ്ഞുണ്ടാക്കേ ഉള്ളൂ. പിന്നെ വായ തുറന്നാൽ കാളത്തിനും പറയുന്നതിൽ പ്രതീക്ഷ ഒരു ജനങ്ങളോട് പറയുമ്പോൾ സാമാന്യ ബുദ്ധി വേണ്ടേ? ഒരു പ്രതിപക്ഷ നേതാവല്ലേ? എത്ര കൊല്ലം MLA ആളെ പറവൂര്. മനുഷ്യന്മാരെ വേറെ മുഖ്യമന്ത്രിയാണ്ടേ 3000 കൊടുക്കുന്ന പറയുന്നത്. 45 നായനാർ അന്ന് കൊടുത്തിയ എംബേല് 100 ഉറുപ്പ്യ കൂട്ടിയെ ഇവർ വന്നിട്ട്. ഇപ്പൊ ഇന്നലെ എടുത്ത് പ്രസംഗിക്കുന്നതായിട്ട് പിന്നെ എല്ലാം നമ്മളാ കൊടുത്ത് തീർത്ത് 3000 പേരെ കൊടുത്തു പോലും ഇവർ. 6000 കൊടുക്കുന്നതിന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. അത് എവിടുന്നാ കൊടുക്കാന്ന് നമുക്കറിയില്ല. പിന്നെ വന്നാലേ കൊടുക്കണ്ടു. ഇത്രയും വികസനം കണ്ടു കഴിഞ്ഞു. നമ്മള് അങ്ങനെ അത്രയും വികസിച്ച് ഉണ്ട്. നമുക്ക് കാര്യങ്ങളിൽ ചെയ്യുന്നുണ്ട്. എന്റെ വീട്ടിൽ തന്നെ 3 ആൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. ആ പെൻഷൻ മുടങ്ങാണ്ട് കിട്ടുന്നുണ്ട്. ഇനി അത് മുന്നോട്ട് തന്നെ പോണം. LDF പിണറായി സർക്കാർ വന്നാലേ പാവങ്ങളായ ജനങ്ങൾക്ക് ഗുണത്തിലെത്താൻ കഴിയും. എല്ലാം തുടങ്ങി വെച്ച ഓരോ പദ്ധതികളുണ്ട്. പിന്നെ മാസത്തിൽ പെൻഷൻ കിട്ടുന്നു. അത് നമ്മള് പിന്നെ എന്തോ ജോലി ചെയ്തിട്ട് കിട്ടുന്ന പോലത്തെ ഒരു സമ്പാദ്യ തുകയാണ് ജനങ്ങൾ, എത്രയോ പാവപ്പെട്ട ജനങ്ങൾ കാത്തു നിൽക്കുന്നത്. ഇപ്പൊ ഉമ്മൻചാണ്ടി ഗവൺമെന്റുള്ള ഒരു 18 മാസത്തെ കുടിശ്ശികയായിട്ട് വെച്ച പെൻഷനാണ് ആദ്യം കൊടുത്തു തീർത്തത് പിണറായി സർക്കാർ വന്നേരം. അപ്പോ ജനങ്ങൾക്ക് വലിയൊരു ഉപകാരപ്രദമായൊരു നേതാവാണ് പിണറായി. ധർമ്മടം പിണറായിന്റെ ഭൂരിപക്ഷം കുറയും. സംസ്ഥാനത്തെ UDF അധികാരത്തിൽ വരും. ഈ മൂന്നാം പിണറായി സർക്കാർ ഉണ്ടാവില്ല. 100% ഉണ്ടാവും. അല്ലേ? UDF-ന്റെ തരംഗം തന്നെയാണല്ലോ ഇവിടെ കാണുന്നത് കൂടുതലായിട്ട് കേരളത്തിലെമ്പാടും. ഇവിടെ പ്രത്യേകിച്ച് ധർമ്മടത്ത് കുറെ
കെടുകാര്യസ്ഥതയെല്ലാം പിണറായിയുടെ കെടുകാര്യസ്ഥതയെല്ലാം കൊണ്ട് വളരെ മോശം അഭിപ്രായം പൊതുവെ കാണുന്നില്ല. അത് അതായത് പിണറായിയുടെ ഒരു സ്വീകാര്യത താഴേക്ക് പോകുന്നുണ്ട്. അതെ. ആ ആദ്യത്തെ ഭരണം കുറച്ചും കൂടെ നല്ലതായിരുന്നു, പിന്നീട് വളരെ വഷളായിപ്പോയി. രണ്ടാമത്തെ ഭരണം വളരെ വഷളായിപ്പോയി. ആദ്യത്തെ ഒന്നാം ഭരണം കുറെ കൂടി മെച്ചമായിരുന്നു, പിന്നീട് നശിപ്പിച്ച്. ഇവിടെ പിണറായിന്ന് ജയിക്കല് ഇപ്രാവശ്യം ഒരു നേരിയ ഭൂരിപക്ഷത്തിൽ അയാളെ വരുമെന്ന് വിചാരിക്കുന്നത്. ഭൂരിപക്ഷം ഇപ്പൊ കുറയുന്നതാണ്. കുറയും. കഴിഞ്ഞ തവണ 50+ ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം ഒരു 10-15 അത്ര വരും. അത്രയും വലിയ ഇടി ഉണ്ടാവും. എന്തായിരിക്കും അങ്ങനെ പെട്ടെന്ന് എത്ര കൂടുതൽ? ശബരിമലേന്റെ പ്രശ്നമുണ്ട്. ശബരിമല വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് വോട്ടേഴ്സിനെ. അതെ അല്ലെ, പ്രധാന കാരണം അതാണ്. ശബരിമല. പക്ഷേ മൂന്നാം പിണറായി സർക്കാർ വരുമോ? മൂന്നാം വരാൻ സാധ്യത കുറവാണ്. അതെ. ഈ ശബരിമല ഇഷ്യൂയൊക്കെ സംസ്ഥാന തലത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. നല്ല സ്വാധീനിക്കും അല്ലേ? ഇപ്പോൾ UDF-നായിരിക്കും. UDF-നാണ് ചെറിയൊരു മുൻതൂക്കം കാണുന്നത്. NDA-യുടെ സാധ്യത എങ്ങനെയാണ്? NDA-ക്ക് എന്തായാലും ഒരു 5-6 സീറ്റ് എന്തായാലും മിനിമം ഒരു 5 സീറ്റ് കിട്ടും. 5-6 സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. എങ്ങനെയുണ്ട് സാഹചര്യം ധർമ്മടത്തില്? വലിയ മോശമില്ല. പിണറായി വിജയൻ തന്നെ ആയിരിക്കും ജയിക്കുന്നത്. അയാളാണ് പറയാൻ ജയിക്കേണ്ടത്. ഓക്കെ, എന്തോ ഓക്കെ. പക്ഷേ ഈ മൂന്നാം പിണറായി സർക്കാരോ? അതിന്റെ നമുക്ക് പറയാൻ പറ്റില്ല, അത് ജനങ്ങളുടെ കൈവനുണ്ട്. അതെ, അല്ല നമ്മൾ ഉൾപ്പെടുന്ന വോട്ടേഴ്സ് ആണല്ലോ തീരുമാനിക്കുന്നത്. ഇപ്പൊ എല്ലാം ഇവിടെ മാത്രം പോരാലോ, 140 നിയമനം മണ്ഡലമുണ്ടല്ലോ. അതെ, എല്ലാവരും തീരുമാനിക്കണ്ട ആരെ വരുന്നില്ല. കഴിഞ്ഞ തവണ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. ഇന്ന് കിട്ടുന്ന മാതിരിയില്ല, മാത്രം കിട്ടില്ല. അന്ന് കിട്ടുന്ന ലക്ഷണം എന്താണ് പ്രധാനപ്പെട്ട കാരണം? എന്തായിരിക്കും? ജനങ്ങളെ മോഡലിൽ നിൽക്കുന്നല്ലോ കഴിഞ്ഞില്ല. അല്ല, ജനങ്ങൾക്ക് നമുക്കൊരു ഇഷ്ടം കുറയണമെങ്കിൽ, താല്പര്യം കുറയണമെങ്കിൽ അതിന് കാരണം ഉണ്ടാവണമല്ലോ. എല്ലാം കാണുന്നില്ല. നിങ്ങൾ എടുത്ത സിറ്റിയിൽ ഡിഫറൻസ് വിലയാച്ച് എല്ലാ സാധനത്തിന് വില കൂടുതലാണ്. എല്ലാം കാണുന്നില്ല ജനങ്ങൾ. പിന്നെ മെയ്യാക്ക പെൻഷൻ കിട്ടുന്ന ആളല്ല മാറി ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അത്രയേ ഉള്ളൂ. പെൻഷൻ ഇങ്ങനെ കിട്ടുന്നത് കൊണ്ട് പെൻഷൻ കിട്ടുന്നുണ്ട്. പെൻഷൻ ഇപ്പം 2ാമത് പേരുണ്ടല്ലോ. 2 മാസം പൈസ ഒരുമിച്ച് കിട്ടുകയും ചെയ്യും. ഇപ്പം കിട്ടും. ഏപ്രില് ഇപ്പൊ തന്നെ കിട്ടുമെന്ന് പറയുന്നു. അതെല്ലാം കൊണ്ട് ചില ദിവസം മാറ്റം വരാൻ വയ്യുണ്ട്. പിണറായി വിജയൻ ജയിക്കണം. ചിന്തയാണല്ലോ. ഒറ്റ ചിന്തയുള്ളൂ. പിണറായി വിജയൻ അടുത്ത തവണ ഈ ധർമ്മടത്ത് നിന്ന് നിയമസഭയിലെത്താം. അത്ര തന്നെ. ഓരോ വോട്ടും പിണറായിക്ക്. അതാണ്. പിന്നെ അവിടെ സംസ്ഥാന തലത്തിൽ വീണ്ടും മുഖ്യമന്ത്രി ആവുമോ? ആവണം. അതാണ് ആഗ്രഹം. സംശയമൊന്നുമില്ല. പിണറായി വിജയന്റെ മൂന്നാമത് സർക്കാർ വരും. 10 വർഷമായാലും ഒരേ കക്ഷി ഭരിക്കുന്നത്. അപ്പൊ നമുക്ക് മാറണമെന്നുണ്ട്. നമ്മൾ ജനോപരപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്ന പ്രതിപക്ഷ നേതാവ് അടക്കം പറയുന്നത് അത് നമുക്ക് മാറണമെന്നുണ്ട്. UDF-ലേക്ക് വരണം. ഇവിടുന്ന് ധർമ്മടം എങ്ങനെയുണ്ട്? ധർമ്മട ഇപ്പം ഈക്വൽ വോട്ട് ഷെയർ ആണെന്ന് തോന്നുന്നു. ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള ഇലക്ഷന്റെ ഫൈറ്റ് അല്ലേ. പിണറായി വിജയന്റെ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം കിട്ടുമെന്ന് അറിയില്ല. കഴിഞ്ഞ വർഷം 50 അധികം ഉണ്ടായിരുന്നു. 51 ചില്ലറയാണ്. പക്ഷെ അത്ര അത് കുറയുന്നതാണോ പറഞ്ഞത്? കുറച്ച് കുറയണം. എല്ലാവരും പറയും ഇപ്രാവശ്യത്തെ അലയൻസിന്റെ ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് തോന്നുന്നത്. ഓക്കെ. അലയൻസ് ഉണ്ടോ? അല്ല, ഓരോ കക്ഷികൾക്ക് പിന്തുണ കൊടുക്കുന്നുള്ളതുകൊണ്ട് സ്വാധീനിക്കും. ഇത്തവണയും പിണറായി തന്നെ ജയിക്കണമെന്നാണ് ചോദിക്കുന്നത്. ഇവിടുന്ന് മാറ്റം വരണം. ഇവിടെ മാറണോ അവിടെ മാറണോ? രണ്ടിടത്തും മാറണം. ധർമ്മട മണ്ഡലത്തിൽ പിണറായി വിജയനാണ് സാധ്യത. LDF-നാണ് സാധ്യത. പിണറായി വിജയൻ തുടർച്ചയായി ഇനി അടുത്ത തവണയും MLA ആയിട്ട് ഇവിടുന്ന് പോകും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവും. അതിനർത്ഥം മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാൻ സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടാണ് തോന്നുന്നത്? കൂടുതൽ വരാൻ സാധ്യത കൂടുതലെന്ന് പറഞ്ഞാല് ഒരു മൂന്നാം മുന്നണി എന്ന് പറഞ്ഞ സംവിധാനം ഇവിടെ കുറച്ച് ശക്തിപ്പെടണം. അപ്പോൾ UDF-ന്റെ ഭാഗത്ത് നിന്ന് കുറേ വോട്ടുകളും സീറ്റുകളും നഷ്ടപ്പെടും. ഒരു 3, 4, 5, 6 സീറ്റിനടുത്ത് NDA മുന്നണി നേടും. UDF-ന്റെ സീറ്റുകളായിരിക്കും NDA കൊണ്ടുപോകുന്നത്. അപ്പോ പിണറായി വിജയന്റെ സർക്കാർ മൂന്നാം തവണ വരെ അധികാരത്തിൽ വരാനാവും. അതായത് UDF വോട്ടുകൾ BJP ചോർത്തുകയും പകരം ഇവിടെ ശക്തിപ്പെടുകയും LDF-ന്റെ പരമ്പരാഗത സീറ്റുകൾ അവർ നിലനിർത്തുകയും ചെയ്യും. ഓക്കെ. എങ്ങനെയുണ്ട് ഭരണം? മൊത്തത്തിൽ ആവറേജാണ്. നല്ല ഭരണം എന്ന് പറയാൻ പറ്റില്ല. ആവറേജാണ്. എങ്കിലും ഇവര് തന്നെ പറഞ്ഞു. ഇവര് വരുന്നതായിരിക്കും കുറച്ച് നല്ലത്. കണ്ണൂർ ജില്ലയിൽ മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്തെ വോട്ടേഴ്സിന്റെ അഭിപ്രായമാണ് നിങ്ങൾ കേട്ടത്. പ്രതികരണം സമ്മിശ്രമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിലും ധാരാളം പേർ പറയുന്നുണ്ട് ഭൂരിപക്ഷം കഴിഞ്ഞ വർഷത്തെ അത്ര കിട്ടാൻ സാധ്യതയില്ല. ബാക്കി നമുക്ക് ഇലക്ഷൻ കഴിയട്ടെ, റിസൾട്ട് വരട്ടെ, നേരിട്ട് കാണാം.